നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭരണഘടനയെ തമസ്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ടി.എൻ. പ്രതാപൻ എം.പി. എടമുട്ടം ആൽഫയിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങളും വീൽചെയറും സംഭാവന ചെയ്ത് കഴിമ്പ്രം സ്കൂൾ വിദ്യാർത്ഥികൾ. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തിൻ്റെ വേദഗ്രന്ഥമായ ഭരണഘടനയെ വർത്തമാനകാലത്ത് തമസ്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ടി.എൻ. പ്രതാപൻ എം.പി. ഭാരതീയ പട്ടിക ജനസമാജം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം വലപ്പാട് ചന്തപ്പടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യായമായും ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പോലെ ഒപ്പത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങളിൽ ധീരമായ നേതൃത്വം വഹിച്ച പ്രസ്ഥാനമാണ് ഭാരതീയ പട്ടിക ജന സമാജം എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാനും സ്മരിക്കാനും ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ത്യാഗോജലമായി നേതൃത്വം കൊടുത്ത വിവിധ പ്രദേശങ്ങളിലുള്ള മൺമറഞ്ഞു പോയ ഓരോ സഹപ്രവർത്തകന്മാരെയും നേതാക്കളെയും ഈ സമൂഹത്തിന് വേണ്ടിയും ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർക്കട്ടെ. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്ത് 7 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ സമര വീതികളിലെല്ലാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയോടൊപ്പം നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി നാടുകടത്തുവാൻ മഹത്തായ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ അർത്ഥത്തിലും തങ്ങൾ പണിയെടുക്കുന്ന വയലേലകൾ ഉപേക്ഷിച്ചു തങ്ങൾ കുടുംബങ്ങളുടെ കഷ്ടതകളും വേദനകളും കണ്ണീരും മാറ്റിവെച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അത്യുജ്വലമായ പോരാട്ട മുഹൂർത്തങ്ങൾ തീർത്തിട്ടുള്ളവരാണ്. ഇന്ത്യയിലെയും അയ്യങ്കാളി ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ പോരാട്ടങ്ങളാണ് അധസ്ഥിത സമൂഹത്തെ മുന്നോട്ട് എത്തിച്ചതെന്നും എം.പി. പറഞ്ഞു. എം.പിയും മുഖ്യാതിഥിയായ സി മുകുന്ദൻ എം.എൽ.എയും ചേർന്ന് പ്രതിഭകൾക്കുള്ള പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീണവായനയിൽ എ ഗ്രേഡ് നേടിയ മാനസ അരുൺകുമാർ, ശ്രേയ ശ്രീകാന്ത്, ദുർഗാഞ്ജലി താരദാസ് 7 സെക്കൻഡിൽ 7 ഭാഷകൾ സംസാരിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ അനശ്വര എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. ഭാരതീയ പട്ടിക ജനസമാജം ജില്ലാ പ്രസിഡന്റ് കെ.എസ്. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എം. അയ്യപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി പി.കെ. അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് പി.കെ. ബാബു, ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, മുൻ സംസ്ഥാന പ്രസിഡന്റ് രാജു കുമ്പളാൻ, സാവിത്രി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുൻപായി തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും വലപ്പാട് ചന്തപ്പടിയിലേക്ക് പ്രകടനവും നടന്നു. നാട്യ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുഖേന 4.75 ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച 5-ാം വാർഡിലെ കോട്ടൺ മിൽ റോഡ് ബൈലൈൻ ഉദ്ഘാടനം നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ സുരേഷ് യാനി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, സി.കെ. സുഹാസ്, ലിനിത എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവള്ളാട്ട് മഹോത്സവത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രധാനമായ രൂപക്കളം തൊഴൽ നടന്നു.
മഠാധിപതി ശ്രീ വിഷ്ണു ഭാരതീയ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വിഷ്ണുമായ സ്വാമിയുടെ തിരുനടയിൽ നെൽപ്പറ നിറയ്ക്കുന്നതിനും വിദ്യാതടസ്സം, മംഗല്യ തടസ്സം എന്നിവ നീങ്ങുന്നതിനും സർവാഭീഷ്ട സിദ്ധിക്കും പ്രാധാന്യം നൽകുന്നതാണ് രൂപക്കളം തൊഴൽ. ഞായറാഴ്ച രാവിലെ മുതൽ വൻ ഭക്തജന തിരക്കാണ് രൂപക്കളം തൊഴലിന് അനുഭവപ്പെട്ടത്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരാണ് കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന രൂപക്കള പൂജ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൂജയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ ഭക്തന്മാർക്കും എല്ലാ വിഷ്ണുമായ സ്വാമിയുടെ ഉപാസകന്മാർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകൈ എല്ലാവർക്കും എൻ്റെ ഭഗവാൻ വിഷ്ണുമായ സ്വാമി ആശീർവാദം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് വളരെ കാലങ്ങളായി നടക്കുന്ന ഒരു ആചാരമാണ് വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കള പൂജ. ഈ പൂജയിൽ പങ്കെടുത്ത് നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശത്രുദോഷങ്ങളിൽ നിന്നും മറ്റുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അനുഗ്രഹത്താൽ ആ ദോഷങ്ങൾക്ക് നീങ്ങി നമുക്ക് കുടുംബത്തിന് ഐശ്വര്യങ്ങളും ഉണ്ടാവാനും ഇഷ്ടകാര്യസിദ്ധി ലഭിക്കാനുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കും. അത്രയും പുണ്യമായ ഒരു പൂജയാണ് രൂപക്കള പൂജ. ശിവപാർവതി പുത്രനായ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തന്മാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ട് ഓച്ചിറ ശിവദാസനും സംഘത്തിൻ്റെയും നാദസ്വര കച്ചേരിയും രാത്രി ശ്രീ വിഷ്ണുമായ ചാത്തനസ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പും തുടർന്ന് തിരുവമ്പാടി മഠത്തിൽ വരവ് പഞ്ചവാദ്യ പ്രമാണി കോങ്ങാട് മധു നയിച്ച പഞ്ചവാദ്യവും നടന്നു. കഴിമ്പ്രം VPM SNDP സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ എടമുട്ടം ആൽഫയിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങളും വീൽചെയറും കൈമാറി. സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റ് എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയറിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങളായ വീൽചെയർ, BP അപ്പാരറ്റ്സ്, പൾസ് ഓക്സിമീറ്റർ, സ്റ്റെതസ്കോപ്പ്, കമ്മോഡ് ചെയർ എന്നിവയാണ് സംഭാവന ചെയ്തത്. ആൽഫ പാലിയേറ്റീവ് യൂണിറ്റിലെ ഹെഡ് നഴ്സ് ബേബി രാജൻ ഉപകരണങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ സാജുവിൽ നിന്നും ഏറ്റുവാങ്ങി. യോഗത്തിൽ PTA പ്രസിഡന്റ് രമേശ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബീന ടി രാജൻ, ഗൈഡ് ക്യാപ്റ്റൻ ലിഷ, സ്കൗട്ട് മാസ്റ്റർ ശ്യാം, ആൽഫ PRO താഹിറ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്കൗട്ട് ഗൈഡ് യൂണിറ്റ് അംഗങ്ങൾക്ക് ശ്രീമതി നിമ്യ ഫിസിയോതെറാപ്പിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ആൽഫ പാലിയേറ്റീവ് കെയറിലെ ഇവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീൽ ചെയറും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ മെഡിക്കൽ കിറ്റുകളും ഒക്കെ ഇന്നേ ദിവസം ഇവിടേക്ക് സംഭാവന ചെയ്യുകയാണ്. നമുക്കറിയാം ആൽഫ പാലിയേറ്റീവ് കെയർ വളരെയധികം പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിർദ്ധരായിട്ടുള്ള ധാരാളം ആൾക്കാർക്ക് വളരെയധികം ആശ്വാസമേകുന്ന ഒരു സ്ഥാപനമാണ്. ധാരാളം രോഗികൾക്ക് അവർക്ക് ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റുകളും ഒക്കെ പ്രവർത്തിക്കുന്ന വളരെയധികം സഹായങ്ങൾ ആൽഫ പാലിയേറ്റീവ് കെയറിൽ നടന്നു വരുന്നുണ്ട്. കണ്ടശാങ്കടവ് യുവരശ്മിയുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു.
കണ്ടശാങ്കടവ് BJ റിസോർട്ടിൽ നടന്ന ആഘോഷ പരിപാടികൾ MC മദനകുമാർ ഉദ്ഘാടനം ചെയ്തു. CK പ്രകാശൻ അധ്യക്ഷനായ ചടങ്ങിൽ MV ബാലകൃഷ്ണൻ, CP നന്ദൻ, OM ബിജു, KG ഡോയൽ, ജോസ് വടക്കേത്തല, പ്രീതി പ്രകാശ്, അമൂല്യ ബാലൻ, ലത രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. പറ്റി പറയുകയാണെങ്കിൽ 1978 ഒക്ടോബർ 2 USP ക്ലബിന്റെ ഒരു ആവിർഭാവം എന്ന് വേണമെങ്കിൽ പറയാം. തത്യാല മുതൽ കണ്ടാശാങ്കടവ് വരെയുള്ള റോഡിന്റെ സേവനവാദം നടത്തുന്ന സമയത്താണ് ഈ ക്ലബിനെ പറ്റി USP ക്ലബ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു ചർച്ച വന്നത്. അതിന് ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നന്ദന്റെ പാപ്പനായ വിശ്വമാഷാണ്. വിശ്വമാഷയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അന്ന് ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടുകയും. ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. വാടനപ്പള്ളി തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 69ാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ വർഷവും 4ഉം 5ഉം തവണയെങ്കിലും കമല നെഹ്റു സ്കൂളിൽ ഏതെങ്കിലും ഒരു പൊതുകാര്യത്തിൽ പതിറ്റാണ്ടുകളായി വരുന്നവർ 20-25 വർഷമായി നിരന്തരമായി വരുന്നൊരു പൊതുപ്രവർത്തകന്മാരിൽ ഒരാളാണ് ഞാൻ. ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷവും അതിലേറെ വൈകാരികതയും നിലനിൽക്കുന്ന ഒരു വിദ്യാലയമാണ്. ഒന്ന്, വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു പാരമ്പര്യവും പൈതൃകവും മുൻപ് പലപ്പോഴും പറഞ്ഞത് ആവർത്തന വിരസമായതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഒരുപക്ഷെ കമല നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹധർമ്മിണിയായ കമല നെഹ്റുവിൻ്റെ നാമധേയത്തിലുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തറക്കല്ല് ഇട്ടത്. ഇവിടെ പഴയ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന ബാലകൃഷ്ണനായും കൗമുദി അമ്മയും ഉൾപ്പെടെയുള്ള ശാരദാമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ, കാരണം ഇത് 69ാം വാർഷികമാണ്, ആ കാലഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി അന്ന് എടുത്തതിൻ്റെ ഒരു അധ്വാനം ഇന്നും നന്ദിയോടുകൂടിയാണ് അവരാരും ജീവിച്ചിരിപ്പിക്കുന്നില്ലെങ്കിലും ഈ സമൂഹം ഓർക്കുന്നത്. 68-69 കൊല്ലം മുമ്പ് നമ്മുടെ ഈ പ്രദേശം, പ്രത്യേകിച്ചും
അറബിക്കടലിനും കരോലിക്കനാലിനും ഇടയിലുള്ള ഒരു അർദ്ധദ്വീപാണ് നമ്മുടെ ഈ പ്രദേശം. ശരിക്കും പറഞ്ഞ ഒരു പകുതി ദ്വീപാണ്. അപ്പുറത്ത് ചേറ്റുവ പുഴയിലൊടങ്ങി പോയാൽ ഇന്നത്തെ പോലെ പാലമൊന്നും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായി. ഇപ്പോഴത്തെ മക്കളോടെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ചേറ്റുവ പാലമില്ലാതിരുന്ന കാലം, ഇന്ന് കാണുന്ന കരോലി കനാലില്ല, വീതി കൂടിയ 8 വള്ളങ്ങൾ പോയിരുന്ന പറയാ കരോലി കനാൽ. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ പ്രിൻസിപ്പൽ അനിത മുകുന്ദൻ, പ്രധാനാധ്യാപിക KS രാജി, VA ബാബു എന്നിവർക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉപഹാര സമർപ്പണം നടത്തി. മാനേജർ KV സദാനന്ദനും ഉപഹാരം സമ്മാനിച്ചു. KR കല, CS ഷൈജ, PTA പ്രസിഡന്റ് CM ലിജിത്ത്, ദേവാനന്ദ് KV, സ്വപ്ന CB നിഷ, സബീന TI, പ്രിൻസിപ്പൽ KV റോഷ്നി എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് വോളണ്ടിയർമാർ രക്തദാനം നടത്തി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെയും MI മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പ് സ്കൂൾ മാനേജർ ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് രക്തം ദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായി. MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, വോളണ്ടിയർ ലീഡർ ഷാരോൺ എന്നിവർ സംസാരിച്ചു. ഗൈഡ് ക്യാപ്റ്റൻ ലിഷ VR, NSS കോർഡിനേറ്റർ ബിജോയ് നാഥ്, സ്കൗട്ട് മാസ്റ്റർ ശ്യാം കൃഷ്ണൻ, NCC കെയർടേക്കർ സിൻസി എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി. ബ്ലഡിനെ കുറിച്ചൊക്കെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചത് ഇതുപോലുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുമ്പോൾ കളക്ട് ചെയ്യുന്ന ബ്ലഡിന് അമിതമായ ചാർജ് ഹോസ്പിറ്റലുകാരും അതിൻ്റെ ബന്ധപ്പെട്ടവരും ഈടാക്കുന്നതായിട്ട് കോടതിയിലൊക്കെ കേസ് നടക്കുന്നതായിട്ട് കണ്ടു. തീർച്ചയായും അത്തരത്തിൽ അമിതമായൊരു ചാർജ് ഇതിന് ഈടാക്കരുതെന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട കോടതിയിൽ വന്നതായിട്ട് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു. തീർച്ചയായും കൂടുതലായി ഒന്നും പറയുന്നില്ല. ഞാൻ ഇതുപോലെ എപ്പോഴും ഒരുപാട് ക്യാമ്പുകളിൽ കാരണം ചെയ്യാൻ വിളിക്കാറുണ്ട്. തീർച്ചയായിട്ടും അവിടെയൊക്കെ ചെയ്യാറുള്ളത് ആദ്യത്തെ ബ്ലഡ് എൻ്റെ തന്നെ കൊടുത്തുകൊണ്ടുള്ള ഉദ്ഘാടനമാണ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യവും നിങ്ങൾ അതുപോലെ ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന മാത്രമേ. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പ്രതിവാര സംഗീത നൃത്ത പരിപാടികൾ നടന്നു. ജനുവരി 7 ഞായറാഴ്ച രാവിലെ ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ തിരുവനന്തപുരം ശ്രീ പത്മനാഭ നാട്യകലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ലക്ഷ്മി പ്രിയ, ഡോക്ടർ ശരണ്യ സുജയ്, സിന്ധു ഉണ്ണി വൈഷ്ണവി എന്നിവരുടെ ഭരതനാട്യം, ഗുരുവായൂർ തിരുവേങ്കടം ശ്രീമതി ബാലചന്ദ്രികയും സംഘത്തിൻ്റെ തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. ജാതിമതഭേദമന്യേ എല്ലാ കലാകാരന്മാർക്കും ദക്ഷിണാമൂർത്തി മണ്ഡപവേദിയിൽ എല്ലാ ഞായറാഴ്ചകളിലും സൗജന്യമായി അവസരമുണ്ടായിരിക്കുമെന്ന് ദേവസ്ഥാനം PRO ഹരിദാസ് അറിയിച്ചു. சரவண பூத்தடத்தில் ஆறு மதலையாய் உதித்தவனா அரவணைத்தாள் கௌரி அவன் மறுமுகனாய் சிரித்தான். சரவண பூத்தடத்தில்
വലപ്പാട് അരയമ്പറമ്പിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ഹനുമാൻ സ്വാമിക്ക് കളം നടന്നു. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷമാണ് ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, കളത്തിൽ നൃത്തം എന്നിവ നടന്നത്. പ്രസാദകൂട്ടുമുണ്ടായിരുന്നു. ദേവസ്ഥാനപതി രവി രത്നാകരൻ മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനയെ തമസ്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് TN പ്രതാപൻ MP. എടമുട്ടം ആൽഫയിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങളും വീൽചെയറും സംഭാവന ചെയ്ത് കഴിമ്പ്രം സ്കൂൾ വിദ്യാർത്ഥികൾ. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.